ലോകത്ത് ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമിക്കാൻ പ്രാപ്തിയുള്ള ബോംബർ വിമാനങ്ങൾ സ്വന്തമായുള്ളത് 3 രാജ്യങ്ങൾക്ക് മാത്രമാണ്. US, റഷ്യ, ചൈന എന്നിവരാണ് ആ 3 രാജ്യങ്ങൾ. ആ പട്ടികയിലേക്ക് എത്താനൊരുങ്ങുകയാണ് ഇന്ത്യ. വ്യോമസേനയ്ക്ക് വേണ്ടി അത്തരമൊരു സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. അൾട്രാ ലോഞ്ച് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ബോംബർ വിമാന പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും കുറഞ്ഞത് 12,000 കിലോമീറ്റർ ദൂരം വരെ പറന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ബോംബർ വിമാനമാണ് വികസിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യയുടെ Tu-160, US-ന്റെ B-2 തുടങ്ങിയ ബോംബർ വിമാനങ്ങളുടെ ഡിസൈനുകളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഇന്ത്യയുടെ തദ്ദേശീയ സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കുക എന്നാണ് പ്രാഥമിക വിവരം. 12 ടണ്ണോളം ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് 12,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന അൾട്രാ ലോഞ്ച് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ വികസിപ്പിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, അഗ്നി ബാലിസ്റ്റിക് മിസൈലുകൾ, ലേസർ ഗൈഡഡ് ബോംബുകൾ, റഡാർ സംവിധാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യയുടെ ബോംബർ വിമാനത്തിനായി വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ വ്യോമതാവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറക്കേണ്ടി വരിക എന്ന പരിധിയും ഈ വിമാനത്തിലൂടെ മറികടക്കാനാകും. മാത്രമല്ല ഒറ്റ ദൗത്യത്തിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണവും നടത്താനാകും.